നമസ്കാരം. വി.ഡി. സതീശൻ മന്ത്രിസഭയിലെ മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ കാര്യത്തിൽ ഏകദേശ തീരുമാനമായി. നിർണായകമായ പാർട്ടി നേതൃയോഗത്തിന് ശേഷമാണ് 5 മന്ത്രിമാരുടെ പേരുകളടങ്ങിയ പട്ടിക ലീഗ് തയ്യാറാക്കിയത്. ലീഗ് നേതൃത്വം മുന്നോട്ട് വെക്കുന്ന 5 മന്ത്രിമാരുടെ പട്ടിക ഇങ്ങനെയാണ്. 1. പി.കെ. കുഞ്ഞാലിക്കുട്ടി. ലീഗിന്റെ ഏറ്റവും മുതിർന്ന നേതാവും മുൻ വ്യവസായ IT മന്ത്രിയുമാണ്. പാർട്ടിയിലെയും മുന്നണിയിലെയും പ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിൽ കുഞ്ഞാലിക്കുട്ടി നിർണായക പങ്ക് വഹിക്കുന്നു. 2. കെ.എം. ഷാജിയുടെ പേരാണ്. പാർട്ടിയുടെ പ്രമുഖനായ നേതാവും മികച്ച വാഗ്മിയുമാണ് അദ്ദേഹം. തീപ്പൊരി പ്രസംഗങ്ങളിലൂടെയും രാഷ്ട്രീയ നിലപാടുകളിലൂടെയും ശ്രദ്ധേയനായ വ്യക്തിയാണ്. 3. എൻ ഷംസുദ്ദീൻ്റെ പേര്. മണ്ണാർക്കാട് മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്. നിയമസഭയിലെ മികച്ച പ്രകടനങ്ങളിലൂടെയും സഭാ നടപടിക്രമങ്ങളിലെ അറിവിലൂടെയും ശ്രദ്ധേയനാണ്. മറ്റൊന്ന് പാറക്കൽ അബ്ദുള്ളയുടെ പേരാണ്. മലബാറിലെ ലീഗിന്റെ ശക്തനായ സംഘാടകരിൽ ഒരാളാണ്. വി ഗഫൂറിന്റെ പേരാണ് മറ്റൊന്ന്. പാർട്ടിയുടെ മറ്റൊരു പ്രമുഖ മുഖം. ഇദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് പരിഗണിച്ചിട്ടുണ്ട്. ഇദ്ദേഹം അല്ലെങ്കിൽ KM അഷ്റഫിന്റെ പേരും പറഞ്ഞു കേൾക്കുന്നു. അതേസമയം പ്രമുഖ നേതാവായ PK ബഷീറിനെ ഇത്തവണ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചിട്ടില്ല എന്നതും ഈ തീരുമാനത്തിലെ ശ്രദ്ധേയമായ കാര്യമാണ്. 5 മന്ത്രിസ്ഥാനങ്ങൾ തങ്ങൾക്ക് ലഭിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ലീഗ് ഇപ്പോൾ 5-അംഗ പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ 5-ാം മന്ത്രി പദവിയുടെ കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരണമൊന്നും ലഭ്യമായിട്ടില്ല. കോൺഗ്രസുമായിട്ടുള്ള ചർച്ചകൾ പൂർണ്ണമായി അവസാനിക്കുന്നതിന് മുൻപ് തന്നെ 5 പേരെ നിശ്ചയിച്ചത് മുന്നണിയിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്താനുള്ള ലീഗിന്റെ തന്ത്രപരമായ നീക്കമായി വിലയിരുത്തപ്പെടുന്നു. ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വി ഗഫൂറിന് പകരം കാസർഗോഡ് നിന്നുള്ള KM അഷ്റഫിനെ പരിഗണിച്ചേക്കുമെന്ന സൂചനകളും ശക്തമാണ്. വടക്കൻ മലബാറിന്, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയ്ക്ക് അർഹമായ പ്രാതിനിധ്യം നൽകണമെന്ന ആവശ്യം ഉയർന്നു വന്നാൽ ഗഫൂറിന് പകരം അഷ്റഫ് മന്ത്രിസഭയിലേക്ക് എത്തിയേക്കും. മന്ത്രിമാരുടെ കാര്യത്തിൽ പാർട്ടി ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ടെങ്കിലും മുന്നണി തലത്തിലുള്ള ചർച്ചകൾ ഇനിയും ബാക്കിയുണ്ടെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് നേതൃത്വവുമായി കൂടുതൽ ചർച്ചകൾ ഉടൻ തന്നെ നടക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. 5 മന്ത്രിസ്ഥാനം എന്ന ആവശ്യത്തിൽ ലീഗ് ഉറച്ചു നിൽക്കുമ്പോൾ കോൺഗ്രസ് ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് ഇനി അറിയേണ്ടുന്നത്. വരും ദിവസങ്ങളിൽ നടക്കുന്ന ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷമേ വി.ഡി. സതീശൻ മന്ത്രിസഭയിലെ ലീഗ് മന്ത്രിമാരുടെ കാര്യത്തിൽ അന്തിമമായ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ. അതേസമയം മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഒരു തർക്കവുമില്ലെന്ന് പാണക്കാട് സാദിഖ് അലി തങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. ചില വകുപ്പുകളിൽ മാറ്റം വരും, ചർച്ചകൾ തുടരുകയാണ്. വിദ്യാഭ്യാസം വിട്ടു നൽകണമെന്ന ആവശ്യം തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും പാണക്കാട് സാദിഖ് അലി തങ്ങൾ കൂട്ടിച്ചേർത്തു. വി.ഡി. സതീശൻ നയിക്കുന്ന UDF മന്ത്രിസഭയിൽ ആരൊക്കെയാണ് ഉണ്ടാവുക എന്നും ഉടൻ വൈകാതെ തന്നെ അറിയാൻ സാധിക്കുമെന്നാണ് വിവരം. ഘടകകക്ഷി നേതാക്കളുമായി കോൺഗ്രസ് നേതൃത്വം നടത്തുന്ന ഉഭയകക്ഷി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. 5 മന്ത്രിമാർ വേണമെന്ന ലീഗിന്റെ ആവശ്യം ന്യായമെന്ന് കരുതുന്നുണ്ടെങ്കിലും മറ്റൊരു ഫോർമുലയാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. 4 മന്ത്രിസ്ഥാനവും ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ പദവിയും നൽകാമെന്നതാണ് വാഗ്ദാനം. എന്നാൽ ലീഗ് നേതൃത്വം വഴങ്ങാനിടയില്ല. 2 മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുന്ന ജോസഫ് വിഭാഗത്തെ അനുനയിപ്പിക്കലാവും രണ്ടാമത്തെ വെല്ലുവിളി. കോൺഗ്രസിൽ ആരൊക്കെ മന്ത്രിസ്ഥാനം ഉറപ്പിക്കുമെന്നതും മറ്റൊരു ചോദ്യം. എന്നാൽ രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം കിട്ടുമെന്ന കാര്യം ഉറപ്പായി. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിനായി സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ്. 10,000-ഓളം പേർക്ക് ഇരുന്ന് ചടങ്ങ് വീക്ഷിക്കാൻ കഴിയുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കുന്നത്. 1,00,000-ഓളം പേർ സത്യപ്രതിജ്ഞയ്ക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. പന്തലിന്റെ വശങ്ങളിൽ വീഡിയോ വാൾ ഒരുക്കുന്നതിനൊപ്പം സത്യപ്രതിജ്ഞ കാണുന്നതിനായി നിശാഗന്ധി ഉൾപ്പെടെ നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ വലിയ സ്ക്രീനുകളും സ്ഥാപിക്കും. പൊതുജനങ്ങളുടെ പ്രവേശനം പാസ് മൂലം നിയന്ത്രിക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയായ ശേഷം മന്ത്രിമാർ ലോക് ഭവനിൽ ഗവർണറുടെ സൽക്കാരത്തിനായി പോകും. പിന്നീട് മന്ത്രിസഭാ യോഗം ചേർന്ന് നിയമസഭ ചേരുന്നതിനുള്ള ശുപാർശ ഗവർണർക്ക് സമർപ്പിക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി MP തുടങ്ങിയ നേതാക്കൾ സത്യപ്രതിജ്ഞയ്ക്കെത്തും. അയൽ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും ചലച്ചിത്ര മേഖലയിൽ നിന്നടക്കമുള്ള പ്രമുഖർക്കും ക്ഷണമുണ്ട്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരെയും ക്ഷണിച്ചിട്ടുണ്ട്. സത്യപ്രതിജ്ഞയ്ക്ക് BJP MLA മാരും എത്തും. ചടങ്ങിൽ പങ്കെടുക്കാൻ വി.ഡി. സതീശൻ ക്ഷണിച്ചതായി BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും പ്രതികരിച്ചു.